സെമൻ ടെസ്റ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഏറ്റവും കൂടുതൽ ആൾക്കാർ പ്രശ്നം പറ്റുന്നത് അതിന്റെ റിസൾട്ട് തെറ്റിപ്പോകുന്നത് കറക്റ്റ് ആയിട്ട് എടുക്കാത്തത് മൂലമാണ്. അപ്പൊ സെമൻ ടെസ്റ്റ് ചെയ്യുമ്പോൾ എന്താ ശ്രദ്ധിക്കേണ്ടത്? ഒന്നും നിങ്ങൾക്ക് അറിയാം, ഒരു 2-3 ദിവസം ബന്ധപ്പെടാതിരുന്നിട്ട് വേണം കൊടുക്കാൻ. അത് ഇപ്പം വലിയൊരു പ്രശ്നമൊന്നുമില്ല. ഇപ്പൊ ഇന്ന് രാവിലെ ബന്ധപ്പെട്ട് നാളെ രാവിലെ കൊടുത്താലും വലിയ തെറ്റൊന്നും ഉണ്ടാകത്തില്ല. പക്ഷെ ഒരു 3 അല്ലെങ്കിൽ 4 ദിവസമൊന്നും ബന്ധപ്പെടാതിരുന്നിട്ട് കൊടുക്കുമ്പോൾ, അതായത് ഒരാഴ്ചയൊക്കെ ബന്ധപ്പെടാതിരിക്കുമ്പോൾ തെറ്റായ റിസൾട്ട് കിട്ടും. ചത്ത ബീജങ്ങൾ, അതായത് ഡെഡ് ആയിട്ടുള്ള സ്പേംസ് കൂടുതലായിട്ട് കാണും. അപ്പൊ അതൊന്ന് ശ്രദ്ധിക്കുക. 2, നമ്മൾ എടുക്കുന്ന സമയം നമ്മൾ കഴിവതും ലാബിൽ നിന്ന് എടുക്കുക. വീട്ടിൽ നിന്ന് എടുക്കുകയാണെങ്കിൽ ശ്രദ്ധിക്കേണ്ടത്, എടുത്ത് അരമണിക്കൂറിനുള്ളിൽ ലാബിൽ എത്തിക്കാൻ ശ്രമിക്കണം. സ്ട്രെസ്സോ ടെൻഷനോ കാര്യങ്ങളോ ഒന്നും വേണ്ട, വളരെ കൂളായിട്ട് വേണം ഇത് എടുത്തു കൊടുക്കാൻ. അതെല്ലാം ഇതിനെ ബാധിക്കും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഒരു വലിയ അടിയിട്ട് വീട്ടിൽ വലിയൊരു അടി കൂടിയിട്ട് വരുന്നതാണെങ്കിൽ എടുക്കണ്ട. പനി, ചൂട്, ഒരാഴ്ചയ്ക്ക് മുന്നേ പനിയാണെങ്കിൽ കൂടെ കഴിവതും എടുക്കാതിരിക്കുന്നതാണ് നല്ലത്. പിന്നെ ഏറ്റവും കൂടുതൽ അബദ്ധം പറ്റുന്ന എന്താണ്, നമ്മൾ എടുക്കുമ്പം ആദ്യത്തെ 2-3 തുള്ളി അങ്ങ് പുറത്തു പോകും. അതിലായിരിക്കും ഏറ്റവും കൂടുതൽ ബീജം ഉള്ളത്. അതുകൊണ്ട് തന്നെ ചിലപ്പം ഒരു തുള്ളിയേ പോകത്തുള്ളൂ. അതുകൊണ്ട് തന്നെ എമൗണ്ട് കാണും, 2 മില്ലിയൊക്കെ കാണും, പക്ഷെ കൗണ്ട് കുറവായിരിക്കും. അപ്പൊ പുറത്തു പോകാതെ കറക്റ്റ് കുപ്പിയിൽ തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക. ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ടുള്ള ഒരു റിസൾട്ട് നല്ല ലാബിൽ കൊടുക്കുകയാണെങ്കിൽ കിട്ടും. ഏത് ലാബിൽ ടെസ്റ്റ് ചെയ്യണം എന്നുള്ളത് ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം.